നമസ്കാരം. നമ്മൾ ഇപ്പം ഒരു മല കയറി അടുത്ത യാത്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം വേറെങ്ങുമല്ല, എല്ലാവർക്കും പരിചിതമുള്ള ചിന്നക്കനാൽ പഞ്ചായത്തിലാണ്. ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഇതൊരു പ്രത്യേക സ്ഥലമാണ്, പാണ്ഡവൻപാറ അല്ലേ പ്രസിഡന്റ്? ചിന്നക്കനാലിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ നമ്മുടെ കൂടെയുണ്ട്, വേറൊരു സുഹൃത്തുണ്ട്. ഇത് സ്ഥലത്തിൻ്റെ പേര് പാണ്ഡവൻ കോവിലാണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ചരിത്രവും വിശ്വാസവും അതിനപ്പുറം വലിയ കാഴ്ചകളും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചിന്നക്കനാലിൽ കൊളുക്കുമല മാത്രമൊന്നുമല്ല, ഇവിടെ വേറെ ചില കാഴ്ചകളൊക്കെ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പ്രസിഡന്റ്, നമുക്ക് ഇവിടുത്തെ കഥകൾ പറയാം, ഒപ്പം ഇവിടുത്തെ കാഴ്ചകളും കൂടെ പ്രേക്ഷകരിലേക്ക് അല്ലേ? ഇതാണ് പാണ്ഡവൻ കോവിൽ അല്ലേ? അതെ. പാണ്ഡവൻ കോവിൽ ചിന്നക്കനാലിൻ്റെ ഏത് പ്രദേശത്താണ് ഇത് ചിന്നക്കനാല് പഞ്ചായത്തിലെ 9ാം വാർഡിൽ സിംഗണ്ടത്ത് പെടുന്ന പ്രദേശമാണ്. സിംഗണ്ടം ഇതിപ്പോൾ ഈ പ്രദേശം ഇത് റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമിയാണ്. ഇത് പ്രസിഡന്റ്, എന്താ ഈ പാണ്ഡവൻ കോവിൽ നിന്ന് ഇവിടെ ഈ മലയ്ക്ക് പേര് വരാൻ കാരണം? വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവർ വന്ന് ഇവിടെ താമസിച്ചായിട്ട്, ഈ മുനിയറയിലെല്ലാം താമസിച്ചിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലേക്ക് എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഇവിടെ 2 സന്യാസിമാർ ഈ റൂമിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരെങ്ങോട്ടോ പോയെന്നറിയില്ല. അങ്ങനെ അത്രയും ഒരു 4000 വർഷം പഴക്കമുള്ളൊരു മുനിയറയാണിത്. എന്തായിരുന്നാലും ഇവിടെ ഒരു ക്ഷേത്രം ഇതുമായി ചുറ്റിപ്പറ്റി ഈ ചരിത്രം പറയുന്നതിനൊപ്പം തന്നെ വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ മുനിയറകളും പഴയ മഹാശിലായുഗ കാലത്തിൻ്റെ ചില അവശേഷിപ്പുകളുണ്ട്, അതുകൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് പ്രസിഡന്റ് പറഞ്ഞ ഉരളുകൾ അല്ലേ? അതെ. രണ്ട് ഉരളുകളുണ്ടല്ലേ? 2 ഉരള്. ഈ മഹാശിലായുഗ കാലഘട്ടത്തിൽ ഇങ്ങനെ താമസിക്കുന്ന ആളുകൾ ഈ മലയുടെ മുകളിലൊക്കെ വന്നിട്ട് ധാന്യങ്ങൾ പൊടിക്കാൻ വേണ്ടി പാറയിൽ ഇതുപോലെ ചെറിയ ഉരൽക്കുഴികൾ തീർത്ത് ഇതിനകത്താണ് ധാന്യങ്ങൾ പൊടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുത്തുകൾ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. മഹാശിലായുഗ കാലത്തിൻ്റെ വലിയ അവശേഷിപ്പുകളും ചരിത്രവും നിലനിൽക്കുന്ന ഒരു മലമുകളാണ് ഈ പാണ്ഡവൻ കോവിൽ അല്ലേ? അതെ. പാണ്ഡവൻ കോവിൽ. ഈ പാണ്ഡവന്മാരിലേക്ക് കയറി വന്നാൽ എന്താണ് കാണാൻ കഴിയുന്നത് ഒന്ന് പറഞ്ഞു. നമ്മൾ ഈ പഞ്ചായത്തിൽ ഇവിടുന്ന് നമുക്ക് ദേശീയപാത ഉണ്ടല്ലോ, NH49, ആ ഭാഗത്തായത് കാണുന്നത് NH49 അതുപോലെ തന്നെ 2 പഞ്ചായത്തിലെ കാഴ്ചകൾ കാണാൻ പറ്റും. ചിന്നക്കനാൽ പഞ്ചായത്തും ശാന്തമ്പാറ പഞ്ചായത്ത്. അപ്പുറത്തേക്ക് കിഴക്കു മാറിക്കഴിഞ്ഞാൽ ബോഡിമെട്ട് വരെയുള്ള കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ഇടമാണ്. വിനോദസഞ്ചാരത്തിന് ഇത്രയും സാധ്യതയുള്ളൊരു പ്രദേശം ഒരുപക്ഷെ ഇവിടെ കാണില്ല എന്നുള്ളതാണ്. ഈ കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ടാകും. പ്രേക്ഷകരെ കാത്ത് ഞങ്ങൾ മറ്റൊരു കാഴ്ച തേടിയുള്ള യാത്ര ഇവിടെ നിന്നും തുടങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.